ഹലോ മക്കളെ, എല്ലാ കൂട്ടുകാർക്കും ടോപ്പ് എക്സ് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ നമ്മുടെ മുമ്പിലേക്ക് SI മെയിൻസ് വരികയാണ്. പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പരീക്ഷ എഴുതാൻ തയ്യാറാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് മാത്തമാറ്റിക്സിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഈ മാത്സ്, അതുപോലെ ഇംഗ്ലീഷ്, മലയാളം, ഈ ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞൊരു ഗോൾഡൻ ടോപ്പിക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും മാർക്ക് കിട്ടുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ ഈ എസ്പെഷ്യലി മാത്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ചോദ്യം വരിക. ഇതിൻ്റെ അകത്ത് ഈസി ഉള്ളതും ഉണ്ടാവും, മീഡിയം ഉണ്ടാവും, ഡിഫിക്കൽട്ട് ഉണ്ടാവും. ഇത് തിരിച്ചറിഞ്ഞ് എങ്ങനെ ആ പരീക്ഷാ സമയത്ത് ഉത്തരത്തെ എഴുതണം എന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലാസ്സും കൂടെയാണിത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. 4 1/2 പ്ലസ് 6 1/3 പ്ലസ് 3 1/4 എന്നതിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ഈ ഒരു ചോദ്യം ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 4 1/2 പ്ലസ് 6 1/3 പ്ലസ് 3 1/4ൻ്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ പറയുന്ന നമ്പറുകളിലെ ഫ്രാക്ഷണൽ നമ്പർ അല്ലാതെ ബാക്കിയുള്ള നമ്പർ എല്ലാം ആദ്യം എടുത്ത് കൂട്ടുക. 4 6 3. ഓക്കെ, ഇനി ബ്രാക്കറ്റിൽ ബാക്കിയുള്ള ഫ്രാക്ഷൻസിനെ എല്ലാം സെപ്പറേറ്റ് കൂട്ടുക. 1/3 പ്ലസ് 1/4. ഓക്കെ ആണ്. ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം. 4 6 4 10 3 13. ഇനി ഇതിൻ്റെ അകത്തുള്ളത് എന്താണ്? LCM എടുക്കണം. 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും LCM എടുക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഏറ്റവും വലിയ നമ്പർ നോക്കുക. ഈ വലിയ നമ്പറിൻ്റെ ഗുണന പട്ടിക, മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ കാണുന്ന 2ൻ്റെയും 3ൻ്റെയും ആദ്യത്തെ ഗുണിതം 4 × 1 4 ആണ്. എന്താണ്? 2ൻ്റെ മൾട്ടിപ്പിൾ ആണ്, എന്നാൽ 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 4 × 2 8 ആണ്. അത് 2ൻ്റെ ആണ്, എന്നാൽ 3ൻ്റെ അല്ല. 4 × 3 12. അത് 2ൻ്റെ മൾട്ടിപ്പിൾ ആണ്, 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 12 ആയിരിക്കും ഇവിടുത്തെ LCM. അപ്പോൾ നമുക്ക് LCM എന്തായാലും 12 ആയിട്ട് കിട്ടി. ഇനി ഈ ഡിനോമിനേറ്ററിന് 2 ആക്കാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യണം? ഈ 2നെ 12 ആക്കാൻ ഡിനോമിനേറ്റർ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ ന്യൂമറേറ്റർ 6 ആകും. പ്ലസ് ഇവിടെ 1/3, 3നെ 12 ആക്കാൻ എന്തുവാ ചെയ്യേണ്ടത്? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേ 4 ന്യൂമറേറ്ററിന് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 4 വരും. ഇനി ഈ 4നെ 12 ആക്കാൻ എന്ത് ചെയ്യേണ്ടത്? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേ 3 ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 3 വരും. ഓക്കെ ആണ്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? 13 6 + 4 13/2 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇത് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 12, ഇവിടെ നോക്കുകയാണെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടിലും വലുതാണ്. അപ്പോൾ ഇവിടെ വീണ്ടും എന്ത് ചെയ്യാം? ഇത് മിക്സഡ് ഫ്രാക്ഷൻ അല്ല, അതായത് വീണ്ടും ഇത് നമ്മൾ എന്താ മിശ്ര ഭിന്നമല്ല, ആ ഫോമിലേക്ക് ആക്കണം. ഇവിടെ സാധാരണ ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ വീണ്ടും 13 × 12 പ്ലസ് 13 കണ്ടുപിടിക്കുക, അതിനെ 12 കൊണ്ട് ഗുണിക്കുക എന്നുള്ള രീതിയിലൊക്കെ അങ്ങ് പോകാൻ പറ്റും. ഇവിടെ അങ്ങനെയൊന്നും നിങ്ങൾ പോകണ്ട. ഇവിടെ എന്താ നോക്കുക? ഇവിടെ കിടക്കുന്ന നമ്പർ ഓക്കെ ആണല്ലോ. ഇവിടെ കിടക്കുന്ന നമ്പർ നോക്കുക, ഇതിൻ്റെ കൂടെ 1 കൂട്ടുക. അതായത് ഈ 13ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ എത്ര ഇടുക? 14. ഓക്കെ ആണല്ലോ. പിന്നെ ഈ ഡിനോമിനേറ്ററും കുറയ്ക്കുക. 12ഉം 13ന് 12 കുറയ്ക്കുമ്പോൾ എത്ര വരും? 1. അതിടുക. ആ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ ഇടുക. 14 1/2 എന്ന് വരും. ഓക്കെ ആണ്. അതായത് ഓപ്ഷൻ ബി ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. സെറ്റാണല്ലോ. അപ്പോൾ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. 2000-ൽ ഒരു സാധനത്തിൻ്റെ വില 25% വർദ്ധിച്ചു. 2001-ൽ 40% വർദ്ധിച്ചു. 2002-ൽ 30% കുറഞ്ഞു. 2003-ൻ്റെ തുടക്കത്തിൽ സാധനത്തിൻ്റെ വില 980 ആണെങ്കിൽ 2000-ൻ്റെ തുടക്കത്തിൽ സാധനത്തിൻ്റെ വില എന്താണ്? ഇവിടെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൃത്യമായിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ അറിയാമെങ്കിൽ, പഠിച്ചവർക്ക് എന്നല്ല ഞാൻ പറയുന്നത്, അപ്ലൈ ചെയ്യാൻ അറിയാം. അതായത് ആ ഒരു ലളിതമായിട്ടുള്ളൊരു കോമൺ സെൻസ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം. ഏതാ നോക്കിക്കേ? 2000, 2001, 2002, 2003. 2000-ൽ ഒരു സാധനത്തിൻ്റെ വില, അതിൻ്റെ വില എത്രയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് അറിയാൻ മേലെങ്കിൽ നമ്മൾ ആ വർഷം 2000-ൽ ഒരു സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് നമ്മൾ ആ 100% എന്ന് പറഞ്ഞെടുക്കുന്നു. ഓക്കെ ആണല്ലോ. ഇപ്പോൾ 2000 എന്ന് പറയുന്ന ആ വർഷത്തിൽ ആ സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് തുടങ്ങുന്നത്, ആ സാധനം ഞാൻ തുടങ്ങുമ്പോൾ 2000 എന്ന വർഷം തുടങ്ങുമ്പോൾ ആ സാധനത്തിൻ്റെ വില 100% ഞാൻ പറഞ്ഞെടുത്തു. ഓക്കെ ആണല്ലോ. ഇനി ആ 2000 എന്ന് പറഞ്ഞ വർഷം അവസാനിക്കുമ്പോൾ അതിൻ്റെ വില 25% വർദ്ധിച്ചു. അതായത് 2000 എന്ന വർഷത്തിൽ തുടങ്ങിയപ്പം ആ സാധനത്തിൻ്റെ വില X ആയിരുന്നു വിചാരിക്കുക, അത് 25% വർദ്ധിച്ചു. ക്ലിയർ ആണ്. അപ്പോൾ 25% വർദ്ധിച്ചു. അപ്പോൾ 100% ആർന്നൊരു സാധനം 25% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ആ വർഷം അവസാനിക്കുമ്പം അതിൻ്റെ ശതമാനം 125% ആയിരിക്കും. ഓക്കെ ആണ്. ക്ലിയർ ആണ്. അപ്പോൾ 2000-ൽ വർധനവ്, 2000 വർഷത്തിൽ ആ സാധനത്തിൻ്റെ വില എന്തായി? 125%. ക്ലിയർ ആണല്ലോ.
ക്ലിയർ ആണ്, സെറ്റാണ്. അതായത് എക്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ വില 2000 വർഷം അവസാനിക്കുമ്പോൾ എക്സ് ഇൻറ്റു 125%. ഇനി 2001 എന്ന് പറയുന്ന വർഷം തുടങ്ങുമ്പം അതിനൊരു വില ഉണ്ടാവും. ഏതാണ് ആ വില? 2000 ഉണ്ടായിരുന്ന വില എന്താണ്? എക്സ് ഇൻറ്റു 125%. ഇനി 2001 എന്താണ് സംഭവിച്ചത്? 2000 25% കൂടി. 2001 എന്താണെന്നാ പറയുന്ന ചോദ്യത്തിൽ 40% കൂടി ആണല്ലോ. അപ്പോൾ 2001 സംഭവിച്ചത്, ആ വർഷത്തിൽ സംഭവിച്ചത് ഈ തുടങ്ങുമ്പോൾ എത്രയായിരുന്നോ അതിനേക്കാൾ 40% കൂടിയതിന് കൂടി 2001 തീരാറാവുമ്പോഴത്തേനും, അതായത് തീരുമ്പോഴത്തേക്കും 40% കൂടി എന്ന് പറഞ്ഞാൽ എന്താണ്? 100%. അപ്പൊ നമ്മൾ 2001 തുടങ്ങുമ്പോൾ ഉള്ള ആ സാധനത്തിന്റെ വില 100% തന്നെ എടുത്തു. 40% കൂടി എന്ന് പറയുമ്പം ആ വർഷം അവസാനിക്കുമ്പോൾ ആ സാധനത്തിന്റെ വില എന്തോരം കൂടി? 140% ആണ്. ക്ലിയർ ആണ്, സെറ്റാണ്. അപ്പം 140% ഓക്കെ ആണ്. ഇനി 2002 എന്ത് സംഭവിച്ചടാ? 30% അതിൻ്റെ വില കുറഞ്ഞു. 2002 തുടങ്ങിയപ്പോൾ എത്ര രൂപയാണ് ഉള്ളത്? അതിനേക്കാൾ 30% കുറഞ്ഞു 2002 അവസാനമായപ്പോൾ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, തുടങ്ങുമ്പോൾ 2002 തുടങ്ങുമ്പം അത് എത്രയോ ആയിക്കൊള്ളട്ടെ, അത് തുടങ്ങുമ്പോൾ എത്ര ഉണ്ടായിരുന്നത് അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. എത്ര രൂപയാണോ ആ ഉള്ളതിന് നമ്മൾ 100% എന്ന് പറഞ്ഞെടുക്കുന്നത്. ആ വർഷം തുടങ്ങുമ്പോൾ ഉള്ള പൈസേനെ, തുടങ്ങുമ്പോൾ ഉള്ള അതിൻ്റെ വിലയെ 100% എടുക്കുന്നത്. അപ്പോൾ ആ വർഷം അവസാനിക്കുമ്പോൾ 30% എന്താ സംഭവിച്ചത്? 30% കുറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായി? 70%. അപ്പോൾ 2002 അതിൻ്റെ ശതമാനം 70%. ഓക്കെ ആണല്ലോ. 2003 തുടക്കത്തിൽ സാധനത്തിൻ്റെ വില 980. അപ്പോൾ 2003 തുടങ്ങുന്നത് ആ സാധനത്തിൻ്റെ വിലയോട് കൂടിയാണ് 980. അതായത് ഈ 2002 അവസാനിച്ചത് ഏത് വിലയിലാണോ ആ വിലയിലായിരിക്കില്ല 2003 തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കേ, ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം, അതായത് ഈ എക്സ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ വില ഇൻറ്റു അതിൻ്റെ 120% ഇൻറ്റു അതിൻ്റെ 140% ഇൻറ്റു അതിൻ്റെ 70%. അതായത് ഇത് ഞാൻ എഴുതിയിരിക്കുന്നത് 2000 മുതൽ 2001 വരെ ആ സാധനത്തിന് സംഭവിച്ച വില വർധനവ് എല്ലാം പിന്നെ വില ഇടിവ് എല്ലാം കൂടെ ചേർത്തുള്ള ശതമാനം കഴിഞ്ഞിട്ട് അത് തീർന്നു വന്ന് നിൽക്കുന്നത് 980. കാരണം 2003 തുടങ്ങുന്ന 980 എന്ന് പറഞ്ഞാൽ 2002 അവസാനിക്കുമ്പോൾ ഉള്ള ആ സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണെന്നാണ്? ഈ 980 ആണെന്നാണ്. അപ്പോൾ ഈ വാല്യൂ ആണ് 980. ഇനി നിങ്ങൾ നോക്കിക്കേ, എക്സ് ഇൻറ്റു 125/100 സെറ്റാണ്. ഓക്കെ ആണ്. ഇനി 140/100 ഇൻറ്റു 70/100 സമം 980 എന്ന് പറയാനായിട്ട് സാധിക്കുന്നു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ? ഒരു വർഷം തുടങ്ങുമ്പം ഉള്ള ആ സാധനത്തിൻ്റെ വില അതെന്തോ ആകട്ടെ, അതിന് നമ്മൾ 100% എന്ന് പറഞ്ഞെടുക്കുന്നു. ഇനി ആ വർഷം കൂടുകയാണ് ചെയ്യുന്നത്, 100ലും കൂടുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 100ൻ്റെ കൂടെ ആ സംഖ്യ ആഡ് ചെയ്യുന്നു. ഇപ്പം 25% വർദ്ധിച്ചു, 125% ആയിരിക്കും ആ വർഷം അവസാനിക്കുമ്പോൾ ആ സാധനത്തിൻ്റെ ഉള്ള വില. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത വർഷം തുടങ്ങുമ്പം 2001 തുടങ്ങുമ്പം അതിന് എത്ര രൂപയാണോ ആ എത്ര രൂപയോ ആയിക്കൊള്ളട്ടെ, അത് നമ്മൾ എത്രയാണെന്ന് ബോധർ ചെയ്യേണ്ട, ആ തുക 100%. അപ്പോൾ ആ വർഷം അവസാനിക്കുമ്പോൾ 40% കൂടിയെന്നല്ലേ പറയുന്നത്. അപ്പം 100% എന്നുള്ളത് എന്തായി? 140%. ഇനി 2002 തുടങ്ങുമ്പം അതിന് എത്രയാണോ രൂപയുള്ളത് അതിനെ നമ്മൾ 100% എന്നെടുക്കുന്നു. 2002 അവസാനമാകുമ്പോഴേക്കും അതിൻ്റെ 30% ഉള്ള തുക വിലയിനേക്കാളും കുറഞ്ഞു. അതായത് 2002 തുടങ്ങിയ പൈസേനേക്കാളും 30% കുറഞ്ഞു. അതായത് 70% 100% എന്നുള്ളത് താഴെ പോയി 70% എന്നാണ് ആ കാര്യം. അപ്പോൾ ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 980 കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഇത് എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. 125 100 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ എത്ര വരും മക്കളെ? ഇവിടെ 4 വരും, ഇവിടെ 5 വരും. ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഇനി ഇവിടെ ഒരു 0 0 വെട്ടിക്കളയാം, ഇവിടെ ഒരു 0 0 വെട്ടിക്കളയാം. ഓക്കെ ആണ്. എടാ ഇനി ഇവിടെ നോക്കുക, ഈ 5ഉം ഈ 10ഉം കൂടെ ചേർന്ന് 2 വെട്ടിക്കളയാം. ഓക്കെ ആണ്, സെറ്റാണ്. ഇനി ഇവിടെ എന്താ സംഭവിക്കുക നോക്കുക, ഈ 14 × 7 എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നോക്കിക്കേ, 8 2 98 അതായത് 14ഉം 7ഉം ഈ 98ഉം വെട്ടുമ്പോൾ ഇവിടെ ഒരു 10 വരും. ഓക്കെ ആണല്ലോ. ഇനി എക്സ് ഈ അടിയിൽ കിടക്കുന്ന ഇവിടെ ഒരു 4 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്, ബാക്കി എല്ലായിടത്തും എല്ലാം ക്യാൻസൽ ആപ്പായി 1 ആണ്. അതായത് എക്സ് ഇൻറ്റു 1/4 ഇൻറ്റു 1/2 ഇൻറ്റു 1/10 എന്ന് പറയുന്നത് 10 ആണ്. ഇനി എന്ത് ചെയ്യുക? ഇതിനെല്ലാത്തിനെയും ഇപ്പുറത്തേക്ക് എടുക്കുക. ഇതിനെല്ലാത്തിനെയും അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും മക്കളെ? എക്സ് ഈസ് ഈക്വൽ ടു 10 × 4 ഇൻറ്റു 2 × 10 എന്ന് വരും. അതായത് 800 എന്ന് ഉത്തരം വരും. ഓപ്ഷൻ
ഓപ്ഷൻ ബി ആയിരിക്കും നമ്മളുടെ ആൻസർ. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ ആണല്ലോ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദാ നോക്കുക, മിസ്റ്റർ എക്സും മിസ്റ്റർ വൈയും പ്രതിവർഷം ഈ ഒരു സാധനം കൃത്യമായിട്ട് നോക്കുക. പ്രതിവർഷം യഥാക്രമം 2.5 ലക്ഷം രൂപയും 2,50,000 രൂപയും 5 ലക്ഷം രൂപയും നിക്ഷേപിക്കുന്നു. അതായത് മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ആളും മിസ്റ്റർ വൈ എന്ന് പറയുന്ന ആളും കൂടെ എന്താണടാ ചെയ്യുന്നത്? ഒരു ബിസിനസ് തുടങ്ങുന്നു. ഓക്കെ ആണ്? ക്ലിയർ ആണ്? അപ്പം ഒരു വർഷത്തിൽ അതായത് എല്ലാ വർഷവും, പ്രതിവർഷം എന്ന് പറയുമ്പോൾ ആനുവലി, വർഷം തോറും അവർ എത്ര രൂപ വെച്ച് ഇരുന്നുണ്ട്? മിസ്റ്റർ എക്സ് എന്താണ്? 2.5 ലക്ഷം, 2,50,000 പിന്നെ മിസ്റ്റർ വൈ 5 ലക്ഷവും ഇടുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ ആദ്യത്തെ വർഷം അവർ അത്ര ഇട്ടു. ഇനി രണ്ടാം വർഷവും എന്തിടും? ഈ എക്സ് എന്ന് പറയുന്ന ആള് 2.5 ലക്ഷം വീണ്ടും ഇടും. ഓക്കെ ആണല്ലോ? ഈ പറയുന്ന വൈ എന്ന് പറയുന്ന ആള് വീണ്ടും 5 ലക്ഷം ഇടും. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ രണ്ടാം വർഷം എന്ത് സംഭവിച്ചു? മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ആള് 2,50,000 രൂപ കൂടി ബിസിനസ്സിൽ നിക്ഷേപിച്ചു. അതായത് സാധാരണ ഇടുന്നതിനെക്കാട്ടിലും 2.5 ലക്ഷം കൂടെ കൂടുതൽ പുള്ളി ഇട്ടു. ഓക്കെ ആണല്ലോ? എന്നാൽ വൈ എന്താണ് ചെയ്തത്? വൈ അതേസമയം രണ്ടാം വർഷം ആയപ്പോഴത്തേനും, സെക്കൻഡ് ഇയറിൽ എന്ത് സംഭവിച്ചു? വൈ ഇടേണ്ട പൈസയിൽ നിന്നും 1 ലക്ഷം രൂപ പിൻവലിച്ചു. അതായത് അവൻ ഇടേണ്ട 5 ലക്ഷമായിരുന്നു, അതിൽ നിന്ന് 1 ലക്ഷം രൂപ പിൻവലിച്ചു. ഓക്കെ ആണ്? അപ്പം രണ്ടാം വർഷം നമ്മുടെ എക്സ് ഇട്ടത് എത്രയാണ്? 5 ലക്ഷം. ഓക്കെ ആണല്ലോ? എന്നാൽ രണ്ടാം വർഷം നമ്മുടെ വൈ ഇട്ടത് എത്രയാണടാ? 4 ലക്ഷം. ഓക്കെ ആണ്? അപ്പം ഈ 2 വർഷം പൂർത്തിയാകുമ്പോൾ, 2 വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ എക്സ് ഇട്ടത് എത്രയാണ്? ആദ്യത്തെ വർഷം 2.5 ലക്ഷം, പിന്നെ എത്രയാണടാ? 5 ലക്ഷം. അപ്പം രണ്ടും കൂടെ കൂട്ടി 7,50,000 രൂപ മൊത്തം ആരിട്ടിട്ടുണ്ട്? നമ്മുടെ എക്സ് ഇട്ടിട്ടുണ്ട് 2 വർഷം പൂർത്തിയാകുമ്പോൾ. വൈ എത്ര ഇട്ടിട്ടുണ്ടടാ? ആദ്യം ഒരു 5 ലക്ഷം ഇട്ടു, പിന്നെ ഒരു 4 ലക്ഷം ഇട്ടു. അതായത് 9 ലക്ഷമാണ് ആരിട്ടിരിക്കുന്നത്? വൈ ഇട്ടിരിക്കുന്നത്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഇനി നോക്കുക. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 വർഷം കഴിയുമ്പോൾ മൊത്തം ലാഭം 6,60,000 രൂപയാണെങ്കിൽ ഓരോരുത്തരുടെയും ലാഭം എത്ര? അപ്പം ഇവിടെ ഒരു കാര്യം, എക്സും വൈയും ഇട്ടതിൻ്റെ റേഷ്യോ എത്രയാണെന്ന് നോക്കുക. അപ്പം എപ്പോഴും പ്രോഫിറ്റ് വരുന്നത് നിക്ഷേപിച്ച തുകയുടെ റേഷ്യോ അനുസരിച്ചായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ നോക്കുക, 7,50,000 ഈസ് ടു 9 ലക്ഷം. ഓക്കെ ആണ്? 9 ലക്ഷം. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ എത്രയാണ്? 4 0 വെട്ടിപ്പോവും, ഇവിടെ 4 0 വെട്ടിപ്പോവും, പിന്നെ 75:90 എന്ന് വരും. എടാ ഇത് രണ്ടും കൂടെ വെട്ടിക്കളയുമ്പം 5:6 എന്ന് വരും. അതായത് ദാ നോക്കുക, x:y എന്നത് 5:9 എന്ന് വരും. ഓക്കെ ആണേ? ക്ലിയർ ആണേ? സോറി, 5:6 എന്ന് വരും. 5:6. അതായത് എക്സ് വൈയും നിക്ഷേപിച്ച തുകയുടെ റേഷ്യോ എന്ന് പറയുന്നത് 5:6 ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ടോട്ടൽ എത്രയാണടാ? 5 + 6 = 11. അതായത് 11ൽ 5 ഭാഗം എക്സ് നിക്ഷേപിച്ചതാണ്. അതുപോലെ 11ൽ 6 ഭാഗം ആര് നിക്ഷേപിച്ചതാണടാ? വൈ നിക്ഷേപിച്ചതാണ്. ഇനി അപ്പൊ എക്സിന് മൊത്തം കിട്ടിയതിൽ എത്രയാണ്? 6,60,000 ആണല്ലോ. അതിൻ്റെ 6 ലക്ഷത്തി അതിൻ്റെ 5/1 ഭാഗം ആർക്കുള്ളതാ? എക്സിന് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് നോക്കിയാൽ മക്കളെ. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 6 കഴിഞ്ഞിട്ട് ഓക്കെ ആണല്ലോ? സോറി, ഇവിടെ 66 ക്യാൻസലായി പോവും, പിന്നെ പോയിട്ട് 11. അതെ, 6 0 0, അതായത് 60,000 രൂപ. ഓക്കെ ആണല്ലോ? 60,000 രൂപ ആർക്കുള്ളതായിരിക്കും? 60,000 × 5. 60,000 × 5 എന്ന് പറഞ്ഞാൽ എത്ര രൂപ? 3 ലക്ഷം. 1 2 3 4 5 3 ലക്ഷം രൂപ എക്സിനുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ വൈക്കുള്ളത് എത്രയായിരിക്കും? ഈ 6,60,000 നിന്ന് 3 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് എത്രയുള്ളത്? 3,60,000. 3,60,000 ആയിരിക്കും ആർക്കുള്ളത്? നമ്മുടെ വൈക്കുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. മിസ്റ്റർ എക്സിന് 3 ലക്ഷം രൂപയും മിസ്റ്റർ വൈക്ക് 3,60,000 രൂപയും കിട്ടും. ഓക്കെ ആണേ? സെറ്റ് ആണേ?
ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദാ നോക്കുക. 50 കിലോമീറ്റർ മാരത്തോൺ ഓട്ടത്തിൽ ഒരു അത്ലറ്റ് ആദ്യത്തെ 20 കിലോമീറ്റർ 5 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലും പിന്നെ അടുത്ത 14 കിലോമീറ്റർ 7 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലും അവസാന 16 കിലോമീറ്റർ 8 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലും ഓടുന്നു. അപ്പം നമുക്കിവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണടാ? 50 കിലോമീറ്റർ ആണെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അത്ലറ്റിൻ്റെ ശരാശരി വേഗത, സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണ്. നമുക്ക് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഓക്കെ ആണ്. ഇനി നമുക്കിവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ 20 കിലോമീറ്റർ ഓടുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണടാ? 5 കിലോമീറ്റർ പെർ അവർ ആണ്. അടുത്ത 14 കിലോമീറ്റർ ഓടുന്നത് എത്ര സ്പീഡിലാണടാ? 7 കിലോമീറ്റർ പെർ അവറിലാണ്. 7 കിലോമീറ്റർ പെർ അവറിലാണ്. ഇനി അടുത്ത അവസാന 16 കിലോമീറ്റർ അദ്ദേഹം ഓടുന്നത് എത്രയാണടാ? 8 കിലോമീറ്റർ പെർ അവറിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കണം. സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. ഇവിടെ നമുക്ക് ഓരോ കിലോമീറ്ററിലും ഓരോ ഡിസ്റ്റൻസിനും ഓരോ സ്പീഡാണ് അദ്ദേഹം ഓടുന്നത്. ശരിയല്ലേ? ഇപ്പം ഞാൻ എൻ്റെ കാർ ഓടിക്കുമ്പോൾ ഓരോ കിലോമീറ്ററിൽ, അതായത് ഓരോ 10 കിലോമീറ്റർ കൂടുന്നതോടെ ഞാൻ കാറിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സമയവും പലതായിരിക്കും. അപ്പോൾ ആദ്യത്തെ 20 കിലോമീറ്റർ അദ്ദേഹം 5 കിലോമീറ്റർ പെർ അവറിലാണ് ഓടിയെങ്കിൽ അത് തീർക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾക്കറിയാം സമയം എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20/5 സമം 4 അവർ ആയിരിക്കും. 4 മണിക്കൂർ കൊണ്ടാണ് ആദ്യത്തെ 20 കിലോമീറ്റർ. രണ്ടാമത്തെ സമയം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം സ്പീഡ് ആയിരിക്കും. 14/7, അതായത് 2 മണിക്കൂർ. പിന്നെ മൂന്നാമത്തെ 16 കിലോമീറ്റർ ഓടാൻ വേണ്ടി എത്ര സമയം എടുത്തു? 16/8 സമം 2 മണിക്കൂർ. അങ്ങനെ മുഴുവൻ അദ്ദേഹം എടുത്തത് 4ഉം 2ഉം 6ഉം 2ഉം 8 മണിക്കൂർ കൊണ്ടാണ് ഈ 50 കിലോമീറ്റർ ഓടിയത്. അപ്പോൾ ഇവിടെ എന്ത് വരും? 50/8. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്കറിയാം എത്രയാണടാ? 50 ആണ്. ടോട്ടൽ ടൈം എത്രയാണടാ? 8 ആണ്. അപ്പോൾ 50/8 എല്ലാം കിലോമീറ്റർ പെർ അവറിലായതുകൊണ്ട് വേറെ യൂണിറ്റിന് ചേഞ്ച് ഒന്നുമില്ല. നമുക്ക് നേരെ അത് ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോൾ എത്ര വരും? 50/8 നിങ്ങൾ ചെയ്ത് നോക്കുക. 6 8 48 ശിഷ്ടം 2 വരും. പോയിന്റ് ഇടുന്നു, ഇവിടെ ഒരു 0 ഇടുന്നു. 2 തവണ 16, 6.25. 6.2 വരെ ചെയ്താൽ മതി. 6.25 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. അതായത് ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. സെറ്റായിട്ട് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേടാ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. മണിക്കൂറിൽ 64 കിലോമീറ്ററും മണിക്കൂറിൽ 46 കിലോമീറ്ററും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന 2 വാഹനങ്ങൾ 2 മിനിറ്റിനുള്ളിൽ പരസ്പരം കടന്നു പോകുന്നു. ആദ്യത്തെ വാഹനത്തിൻ്റെ നീളം 150 മീറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ വാഹനത്തിൻ്റെ നീളം കണ്ടുപിടിക്കുക. നല്ലൊരു ചോദ്യമാണ്. ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, മണിക്കൂറിൽ 66 കിലോമീറ്ററും മണിക്കൂറിൽ 46 കിലോമീറ്ററും ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന 2 വാഹനങ്ങൾ. അപ്പോൾ ആദ്യത്തെ വാഹനത്തിൻ്റെ സ്പീഡ് 64 കിലോമീറ്റർ പെർ അവർ ആണ്. രണ്ടാമത്തെ വാഹനത്തിൻ്റെ സ്പീഡ് 46 കിലോമീറ്റർ പെർ അവർ ആണ്. നിങ്ങൾക്കറിയാം ഇത് എന്താണ് മക്കളെ? ഒരേ ദിശയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേ ദിശ വരുമ്പം സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് സ്പീഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരേ ദിശ തന്നു കഴിഞ്ഞാൽ, ഒരേ ദിശയിലാണ് പോകുന്നതെങ്കിൽ സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കണം. ഇത് രണ്ടും കൂടെ കുറയ്ക്കുമ്പം എത്ര വരും? 64 8 18 കിലോമീറ്റർ പെർ അവർ എന്ന് വരും. ഓക്കെയാണ്. ഇനി 2 മിനിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ആദ്യ വാഹനത്തിൻ്റെ നീളം, ആ നീളത്തിനെ എപ്പോഴും, അല്ലെങ്കിൽ ഇവിടെ നീളം ദൂരം എല്ലാം ആണ് നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 150 മീറ്റർ ആണെങ്കിൽ രണ്ടാമത്തെ വാഹനത്തിൻ്റെ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ദൂരം, അതായത് ആദ്യത്തെ വാഹനത്തിൻ്റെ നീളം 150 മീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ഇവിടെ നമുക്ക് 2 സാധനം കിട്ടിയിട്ടുണ്ട്. ഈ 2 റിലേറ്റീവ് സ്പീഡും ടൈമും 2 മിനിറ്റ്. ഓക്കെ ആണല്ലോ? 2 മിനിറ്റ് ഇവിടെ അവറാണ് തന്നിരിക്കുന്നത്, നമുക്കിവിടെ മീറ്ററാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കുക,
കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കുന്നത് എങ്ങനെയാണല്ലോ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 18 ഇൻറ്റു 5/18 സമം 18ഉം 18ഉം വെട്ടിപ്പോയിട്ട് ഇവിടെ എത്ര വരും? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ് എന്ന് കിട്ടും. 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണല്ലോ? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അപ്പോൾ 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 60 സമം 120 സെക്കൻഡ് എന്ന് വരും. ഇനി നിങ്ങൾക്കറിയാം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ മക്കളെ? അപ്പം ഇവിടെ മുഴുവൻ ഡിസ്റ്റൻസ്, അതായത് ഈ കഥയിലെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണടാ? സ്പീഡ് ഇൻറ്റു ടൈം 120 ഇൻറ്റു 5 എന്ന് വരും. 120 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്ര വരും? 600 മീറ്റർ എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ അകത്ത് ഒരു കാറിൻ്റെ നീളം തന്നിട്ടുണ്ട് 150 മീറ്റർ. ഇത് 2 കാറിൻ്റെയും കൂടെ നീളമായിരിക്കും. അപ്പം നമുക്ക് രണ്ടാമത്തെ കാറിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 600ൽ നിന്ന് എന്ത് ചെയ്യുക? 150 കുറയ്ക്കുക. 5 ഇവിടെ എത്ര വരും? ഇവിടെ 5 ഇവിടെ അല്ല ഇവിടെ 0 450 മീറ്റർ. ഓക്കെ ആണേ? ക്ലിയർ ആണേ? 450 മീറ്റർ എന്ന് ആൻസർ വരും. നിങ്ങൾക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി. ഇവിടെ ആപേക്ഷിക ദൂരം വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു കാറിൻ്റെ നീളമാണ്, അതിന് നമ്മൾ ദൂരമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ 2 കാറിൻ്റെയും കൂടെ നീളമാണ്. അപ്പോൾ 2 കാറിൻ്റെ നീളത്തിൽ നിന്ന് ഒരു കാറിൻ്റെ നീളം എന്ത് ചെയ്യുന്നു? കുറച്ച് കളയുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ കാറിൻ്റെ നീളമായ 450 മീറ്റർ എന്ന് കിട്ടും. സെറ്റാണേ? ഓക്കെ ആണേ? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു ബക്കറ്റിൻ്റെ ആകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്ക് മുകളിൽ 50 സെൻറ്റിമീറ്റർ, താഴെ 32 സെൻറ്റിമീറ്ററും വ്യാസമുള്ളതാണ്. 42 സെൻറ്റിമീറ്റർ ഉയരമുള്ള വാട്ടർ ടാങ്കിൻ്റെ ശേഷി എത്ര ലിറ്ററാണ്? വ്യക്തമായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലായി. ഇത് ചോദിച്ചിരിക്കുന്ന വോളിയമാണ് അല്ലേ? ഇവിടെ ദാ നോക്കിക്കേ, എൻ്റെ ബക്കറ്റിൻ്റെ മുകൾ ഭാഗം, അതിൻ്റെ റേഡിയസ്, അതിൻ്റെ വ്യാസമാണ് എത്ര എന്ന് പറഞ്ഞിരിക്കുന്നത്? 50 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 50. ഇനി ഇവിടെ താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ബക്കറ്റിന് നിങ്ങൾക്ക് അറിയാമല്ലോ, ദാ ഇങ്ങനെ വ്യാസം ഷേപ്പ് കുറഞ്ഞു വരുന്നു, ദാ ഇങ്ങനെ. ഓക്കെയാണ്. ഇതിൻ്റെ വ്യാസം എന്ന് പറയുന്നത് എത്രയാണടാ? 32 എന്നാണ്. 32 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊരു കാര്യം നോക്കിയാൽ മനസ്സിലാവും. ഇതെന്താണ്? ദേ ഇങ്ങനെ ഒരു കോണിൻ്റെ ഈ ഭാഗം അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് തിരിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലൊരു സാധനമാണ്. ഇതിനെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ടല്ലോ, എന്താണ്? യെസ്, ഫ്രസ്റ്റം. അതായത് വലിയ റേഡിയസിനെ ക്യാപിറ്റൽ ആർ എന്നും ചെറിയ റേഡിയസിനെ സ്മോൾ ആർ എന്നും വിളിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വോളിയമാണ്, ശേഷി അല്ലെങ്കിൽ വ്യാപ്തമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫ്രസ്റ്റത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/3 πh ഇൻറ്റു ഇതാ നോക്കുക, r² പ്ലസ് RR പ്ലസ് സ്മോൾ ആർ സ്ക്വയർ എന്ന് ചിന്തിക്കുക. ഇവിടെ നോക്കിക്കേ, എന്താ വരുന്നത്? r² r². ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എത്ര വരും? എന്താ നോക്കുക, 1/3 ഇൻറ്റു, ഇനി പൈനെ എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്? 22/7. ഓക്കെ, ഇൻറ്റു ഇവിടെ നമുക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 42 ആണ്. ഓക്കെ, 42. ഇനി വ്യാസം 50 ആണെങ്കിൽ ഈ റേഡിയസ് എന്ന് പറയുന്നത് R എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിൻ്റെ പാതിയായ 25. ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് എത്ര? 32ൻ്റെ പാതിയായ 16. ഇനി ഫോർമുലയിലേക്ക് ഇട്ട് കൊടുക്കുക. 42 ആണ് എന്ത്? ഹൈറ്റ്. ഇൻറ്റു R എന്ന് പറയുമ്പോൾ 25ൻ്റെ സ്ക്വയർ പ്ലസ് R ഇൻറ്റു R എന്ന് പറയുമ്പോൾ 25 ഇൻറ്റു 12, 25 ഇൻറ്റു 16, 25 ഇൻറ്റു 16, 25 ഇൻറ്റു 16, 25 ഇൻറ്റു 16 പ്ലസ് 16ൻ്റെ സ്ക്വയർ. ഓക്കെ ആണേ? ഇവിടെ നിങ്ങൾ നോക്കുക, എന്ത് ചെയ്യാൻ പറ്റും? ഈ 7ഉം 3ഉം 42 കൂടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ എത്ര വരും? 2 വരും. 7 3 21, 21ൻ്റെ ഇരട്ടിയാണ് മുകളിൽ കിടക്കുന്നത്. 22 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 44 എന്ന് വരും. 44 ഇൻറ്റു 25ൻ്റെ സ്ക്വയർ എത്രയാണ്? 625 പ്ലസ് 25 ഇൻറ്റു 16 എന്ന് വരുമ്പം 25 ഇൻറ്റു 4, 25 ഇൻറ്റു 4 ഇൻറ്റു 4 എന്ന് ഇതിനെ കാണാം. 25 ഇൻറ്റു 4 ഇൻറ്റു 4, 25 ഇൻറ്റു 4 100 ഇൻറ്റു 4 ഇതിനെ എന്ത് വരും? 400 എന്ന് വരും. 16ൻ്റെ സ്ക്വയർ 256 എന്ന് വരും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ 44 ഇൻറ്റു 625ഉം 400ഉം 256ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് വരൂടാ? അപ്പോൾ ഇതാ നോക്കുക, ഇതെത്ര വരും? 1000
ഇത് എത്ര വരും മക്കളെ? 1281 എന്ന് വരും. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 56,364 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ്. അതായത് സെൻറ്റിമീറ്റർ ക്യൂബ് വരും. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന എല്ലാം എന്താ? ലിറ്ററിലാണ് അല്ലേ? നമുക്ക് എത്ര ലിറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എടാ സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്യുന്നറിയോ? ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. ഇത് ഓർത്തിരിക്കുക. സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് ആക്കാൻ ഡിവൈഡഡ് ബൈ 1000. സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്ക് ആക്കാൻ ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 56,364 ഡിവൈഡഡ് ബൈ 1000 വിച്ച് ഈസ് ഈക്വൽ ടു 5.6364 എന്ന് വരും. അതായത് 56.364 ലിറ്റർ. അതായത് 3 സ്ഥാനം മാറ്റി കുത്തിടുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മളുടെ ആൻസർ. അപ്പം ഇവിടെ നമുക്ക് വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഈ ചെയ്ത ചോദ്യങ്ങളിലെല്ലാം നല്ല ഒരു ക്വാളിറ്റി ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ഓരോ ചോദ്യത്തിൻ്റെയും ക്വാളിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് ആ ചോദ്യത്തിന് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അത് നമ്മൾ നോർമൽ ഇപ്പോൾ പ്രിലിംസിന് ചെയ്ത് വന്ന പോലെ പടപടാന്ന് ചെയ്ത ഉത്തരത്തിലേക്ക് കിട്ടില്ല. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതുണ്ട് ചില ചോദ്യങ്ങളിൽ. അത്തരം ചോദ്യങ്ങൾ കൃത്യമായിട്ട് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസ് നമ്മൾ കണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പം നന്നായി പരീക്ഷ എഴുതുക. ബാക്കിയുള്ള ചോദ്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മുമ്പോട്ട് കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരേക്കും ബൈ.